അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ എന്നും പതിവാക്കുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുമാണ് അസ്മാഉൽ ഹുസ്ന എന്ന് ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ഒരുപാട് നാമങ്ങളെ മഹത്വങ്ങളെക്കുറിച്ചും അത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചും മറ്റൊരു വീഡിയോസിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ മനഃപ്പാഠമാക്കി ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് തീർച്ചയായും സ്വർഗമുണ്ട്. ഈ അറിവ് എല്ലാവർക്കും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആരും ഇത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കാത്തത്? എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമങ്ങളിൽ വെച്ച് എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ തീർച്ചയായും നൽകിയിരിക്കും. ഇത് അള്ളാഹു തരുന്ന വാക്കാണ്. ഇതിനപ്പുറം നമുക്ക് എന്താണ് വേണ്ടത്? അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട്. ആ ഇസ്മിൻ്റെ അർത്ഥം നമ്മൾ എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് നൽകുന്നു. ആ ചോ ആ ചോദിക്കുന്നത് നൽകുന്നവൻ, വിളിക്കുന്നവൻ, വിളിക്ക് ഉത്തരം നൽകുന്നവൻ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവൻ എന്നൊക്കെയാണ് കേട്ടോ ഈ ഇസ്മ മുൻനിർത്തി നമ്മൾ എന്ത് ഉദ്ദേശം അള്ളാഹുവിനോട് പറഞ്ഞാലും അതിനുള്ള ഉത്തരം തീർച്ചയായും അള്ളാഹു നൽകിയിരിക്കും ഇൻഷാ അല്ലാഹ്. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ വിളിക്ക് ഉത്തരം ലഭിക്കാൻ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഇത് ചെയ്യണം. അതുപോലെ പതിവാക്കുകയും വേണം. മാത്രവുമല്ല നിസ്കാരം ഒക്കെ കറക്റ്റായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ തെറ്റിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയും വേണം. ചോദിക്കുന്നവന് ഇസ്മ ഏതാണെന്ന് അറിയണ്ടേ? യാ മുജീബു യാ അല്ലാ. ഈ ഇസ്മ 55 വട്ടം എന്ന് സുബിക്ക് ശേഷം പതിവാക്കിയാൽ നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അള്ളാഹു തീർച്ചയായും നൽകും. ഇനി സുബിക്ക് ശേഷം തന്നെ ചൊല്ലണമെന്നില്ല, നമുക്ക് ഏത് സമയത്തും ചൊല്ലാട്ടോ. ഇതിനേക്കാൾ ചൊല്ലാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മെൻസസ് സമയത്തും നമുക്ക് ചൊല്ലാം യാ മുജീബു യാ അല്ലാ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഈ ഇസ്മു മുൻനിർത്തി എല്ലാ സങ്കടങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. ആ പ്രാർത്ഥന വെറുതെയാകില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.